സൗന്ദര്യം ഉണ്ടാകണം, ഉള്ള സൗന്ദര്യം വർദ്ധിക്കണം, ഇങ്ങനെ ആഗ്രഹിക്കാത്ത ആളുകൾ നമ്മളിൽ വളരെ ചുരുക്കം ആളുകളായിരിക്കും അല്ലേ. സൗന്ദര്യബോധം ഇല്ലാത്ത ആളുകൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്തേ ഗ്ലാമറായിട്ട് നിൽക്കണം, അതായത് എന്നെ കാണുമ്പോൾ ആരും മോശം പറയാൻ പാടില്ല, ഇങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. പല സഹോദരിമാരും വിഷമം പറഞ്ഞു, അതായത് മുഖത്തെ കുരുക്കളും അതുപോലെ കറുത്ത പാടുകളൊക്കെ കൊണ്ട് കല്യാണാലോചനകൾ കുറേ നടക്കുന്നത്, പക്ഷേ അങ്ങോട്ട് പയ്യന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല, പല കല്യാണവും മുടങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്നൊക്കെ ചോദിച്ച പലരും ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ടിപ്പ് കേൾക്കാം. ഇത് എൻ്റെ വകയായിട്ട് പറയല, മഹാന്മാർ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചെന്ന ഒരു അത്ഭുതകര മരുന്നാണ്. സൗന്ദര്യബോധം നമുക്ക് കൂടുതൽ ഉള്ളത് കൊണ്ടാണ് പല ക്രീമുകളും, പല വൈറ്റനിങ് ക്രീമുകളും ഫേഷ്യൽ ക്രീമുകളൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ തേക്കുകയും പല അപകടങ്ങളും ഈ അടുത്ത കാലത്തൊക്കെ വാർത്തകളിൽ നമ്മൾ കണ്ട് കിഡ്നി വരെ പോയ സംഗതികൾ, കിഡ്നി അടിച്ചു പോയ സംഗതികളൊക്കെ കണ്ടിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്രീമുകളൊക്കെ ഒഴിവാക്കി നമുക്ക് എന്ത് ചെയ്യാം, നാച്ചുറലായ രൂപത്തിൽ, അതായത് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആത്മീയമായ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് നല്ലൊരു പരിഹാരം കേൾക്കാം. മഹാന്മാർ പഠിപ്പിച്ചെന്ന അത്ഭുതകരമായ ഖുർആനിൻ്റെ ഒരു ചികിത്സ, 100% റിസൾട്ട് കിട്ടുന്ന, നമ്മളൊക്കെ സ്ഥിരമായി പതിവായി ചെയ്യുന്ന ചില സംഗതികളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. എന്നാലും ഇത് ചെയ്യുന്നതിന് മുമ്പ് വെറുതെ അങ്ങ് ചെയ്താൽ പോരാ, ഈ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു ടിപ്പ് ചെയ്യാൻ, അല്ലാത്ത പക്ഷം നമ്മൾ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തിലെടുത്തുകൊണ്ട് നമ്മൾ ഈ സംഗതി, ഈ ചെറിയ ഒരു സംഗതി, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളും കുരുക്കളും ഒക്കെ മാറിയിട്ട് മുഖം പ്രകാശമുള്ളതായി നല്ല സൗന്ദര്യമുള്ളതായി മാറാൻ കാരണമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല പ്രയാസങ്ങളിൽ നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി. അൽ-അദ്കാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. മുഖ സൗന്ദര്യം ആഗ്രഹിക്കാത്തവർ നമ്മളിൽ ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ അല്ലേ. സൗന്ദര്യബോധമില്ലാത്തവർ കുറഞ്ഞ ആളുകൾ, ആരെങ്കിലും ഒക്കെ ആഗ്രഹിക്കും ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ മുഷിഞ്ഞ ഡള്ളായിട്ടൊക്കെ പോകണമെന്നില്ല. നമ്മളൊക്കെ എപ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നല്ല ഒരുങ്ങി കുട്ടപ്പനായിട്ടൊക്കെയാണ് പോകുന്നത് അല്ലേ. എന്തേ കാരണം? നമ്മുടെ ആ സൗന്ദര്യം അത് നിലനിന്ന് കിട്ടണമെന്ന് സൗന്ദര്യ ബോധമുള്ളത് കൊണ്ടാണ്. ചില ആളുകൾ ഈ ഒരുങ്ങുന്നതിനെ സംബന്ധിച്ച് പറയുന്നത് അത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാണ്. പുരുഷന്മാരും ഒരുങ്ങണം. പുരുഷന്മാരും എന്ത് ചെയ്യുക, പുറത്തേക്കൊക്കെ പോകുമ്പോൾ നല്ല രൂപത്തിലാണ് വസ്ത്രം ധരിച്ച്, നല്ല എന്ത് ചെയ്യുക, ഒന്ന് മുടിയൊക്കെ ചീകി താടിയൊക്കെ ഒതുക്കിയിട്ടാകണം പുറത്തേക്ക് പോകേണ്ടത്. ഒരു സൗന്ദര്യബോധം ഉള്ളവരാകണം. കാരണം ഇത് ഹബീബായ നബിതങ്ങൾ പറഞ്ഞതെന്നാണ്. ആയിഷ ഹബീബ് പറയുക, ഒരിക്കൽ നബിതങ്ങളെ വിളിക്കാൻ ആരൊക്കെയോ വന്നപ്പോൾ നബിതങ്ങൾ പെട്ടെന്ന് റൂമിലേക്ക് കയറി അവിടെ വെള്ളം നിറച്ച് വെച്ചിരുന്ന ഒരു പാത്രത്തിലേക്ക് മുഖം ഇങ്ങനെ നോക്കിയിട്ട് നബിതങ്ങളുടെ മുടിയും താടിയൊക്കെ ഒന്ന് ഒതുക്കി. ഇപ്പം നബിതങ്ങളോട് ആയിഷ ഹബീബ് വെച്ച് എന്താ തഫ്അലു ഹാദാ, നബി തങ്ങളിങ്ങനെ ചെയ്യുമോ? തങ്ങളിങ്ങനെ അപ്പോൾ അത്ഭുതത്തോട് വിളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താണ്? തീർച്ചയായിട്ടും. കാരണം എന്തേ? ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു സൗന്ദര്യമുള്ളവനാ, ആ സൗന്ദര്യമുള്ളതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നല്ല ഒരുങ്ങി മിനുങ്ങിയിട്ടൊക്കെ എന്ത് ചെയ്യണം, നല്ല ഒരുങ്ങി പോകണം. എന്ന് എഴുതിയിട്ട് ഉള്ള ക്രീം മേക്കപ്പ് ഇട്ട് പുട്ടിയൊക്കെ ഇട്ടിട്ട് പോകണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ച് വെച്ചേക്കാം, പുട്ടിയൊക്കെ വരുത്തി വെച്ചാലേ ഗ്ലാമർ ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ല, ഉള്ള സൗന്ദര്യം എന്ത് ചെയ്യുക, നിലനിന്ന് കിട്ടുക, നല്ല രൂപത്തിൽ കുളിച്ച് വൃത്തിയായി തലയൊക്കെ ഈരി താടിയൊക്കെ ഒതുക്കിയിട്ട് എന്ത് ചെയ്യുക, നല്ല രൂപത്തിൽ നല്ല വസ്ത്രം ധരിച്ചൊക്കെ പുറത്തേക്ക് പോവുക. അതാണ് എന്ത് ചെയ്യുക, ഉള്ള സൗന്ദര്യം നിലനിന്ന് കിട്ടുക. ഓക്കെ. ഇനി ചില ആളുകൾ പറയാനുണ്ട് കറുപ്പ് സൗന്ദര്യം ഇല്ലാത്തതാണ്, വെളുത്താൽ സൗന്ദര്യം. അങ്ങനെയല്ല, ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുകയേ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒഴിവാക്കേണ്ട ഒരു തെറ്റിദ്ധാരണ എന്ത്, കുറേ കറുത്തു എന്ന് കരുതിയിട്ട് സൗന്ദര്യം ഇല്ല എന്നാണോ? അല്ല. അല്ലെങ്കിൽ കുറേ അങ്ങോട്ട് വെളുത്തു എന്ന് കരുതിയിട്ട് സൗന്ദര്യം കൂടിയെന്നാണോ? അല്ല. കറുപ്പിലും വെളുപ്പിലും ഒന്നും അല്ല സൗന്ദര്യം ഇരിക്കുക. സൗന്ദര്യം മുഖപ്രസന്നതയിലാണ് ഉണ്ടാകുക. ചില ആളുകളുണ്ട്, കറുത്ത ആളുകളായിരിക്കും, പക്ഷെ അവരുടെ മുഖത്തേക്ക് നോക്കാൻ ഭയങ്കര സന്തോഷമായിരിക്കും, അവരുടെ മുഖത്തേക്ക് നോക്കാൻ ഭയങ്കര ഐശ്വര്യമായിരിക്കും ഇല്ലേ. നമ്മുടെ കൂട്ടത്തിലുണ്ടാവും ചില ആളുകൾ ഇങ്ങനെ, അവരുടെ മുഖത്ത് എന്തൊരു ഐശ്വര്യമാണ്. നമ്മൾ തന്നെ ഇങ്ങനെ ചിന്തിച്ചു പോകുന്ന ചില ആളുകൾ. മഹാനായ ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹു കറുത്ത മനുഷ്യനല്ലേ, അവിടുന്ന് നീഗ്രോ അല്ലേ. അടിമുടി കറുത്തുള്ളൊരടിമ ബിലാല, അഹദിന ഗതിയേറെ സഹിച്ച ബിലാല, പൂമലരാം ബിലാലിൻ്റെ ബാങ്കുലിയാലേ, പൂപ്പതിയാം പൂരി മക്ക കുളിരണിഞ്ഞോരേ. എത്രയോ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ടില്ലേ ബിലാൽ തങ്ങളെ പറ്റിയിട്ട്. അവിടുത്തെ കറുത്ത മനുഷ്യനായിരുന്നു, എന്നാലോ അവിടുത്തെ ഉള്ളിങ്ങനെ പ്രകാശിക്കുന്നു. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞത് അവിടുത്തെ ചെരിപ്പടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേൾക്കുന്നുണ്ട് എന്ന്. അപ്പോൾ കറുപ്പിലല്ല വിഷയമുള്ളത്. മഹാനായ ലുക്മാൻ ഹക്കീം തങ്ങൾ അവിടുന്ന് ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അവിടുത്തെ പേരിലുണ്ട്, പക്ഷേ അവിടെ ഒരു കറുത്ത മനുഷ്യനായിരുന്നു എന്ന് കരുതിയിട്ട് അവിടുത്തെ പ്രതാപം കുറഞ്ഞോ, സ്ഥാനമാനം കുറഞ്ഞോ? ഇല്ല, അവിടുന്ന് വലിയ സ്ഥാനമുള്ള ആളായിരുന്നു അല്ലേ. അവിടുത്തെ മുഖത്തിന് പ്രസന്നത ഉണ്ടായിരുന്നു, മുഖത്തിന് ബറക്കത്തുണ്ടായിരുന്നു. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പുരുഷന്മാരെല്ലാം ചിന്തിക്കേണ്ട. സ്ത്രീകളിൽ നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ സൗന്ദര്യവാനായ മനുഷ്യനാണെങ്കിലും ശരി, മുസ്ലിമാണോ മുഅ്മിനാണോ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ധനാഢ്യനായ മനുഷ്യൻ, സമ്പന്നനാണെങ്കിലും ശരി, രാജാവാണെങ്കിലും ശരി, പരിശുദ്ധ ഹജ്ജും ഉംറയും നിർവഹിക്കണമെങ്കിൽ മക്കത്തെത്തണം. മക്കത്തെത്തിയാൽ മാത്രം പോരാ.
കഅബാലയം തവാഫ് ചെയ്യണം. ആ കഅബാലയം തവാഫ് ചെയ്താൽ മാത്രം പോരാ, ഒരു അടിമപ്പെണ്ണായിരുന്ന കറുത്ത പെണ്ണായ മഹദി ഹാജർ റളിയല്ലാഹു അൻഹ നടന്ന വഴിയിലൂടെ നടക്കണം, നടന്ന സ്ഥലത്തിലൂടെ നടക്കണം, ഓടിയ സ്ഥലത്തിലൂടെ ഓടണം. എന്നാൽ അവരുടെ ഹജ്ജും ഉംറയും പൂർത്തിയാകുകയുള്ളൂ. നോക്കുങ്ങൾ, അള്ളാഹു കൊടുത്ത ആ കറുത്ത പെണ്ണിന് കൊടുത്ത സ്ഥാനം എത്രയാണ്? അപ്പോൾ കറുപ്പാണ് വിഷയം അല്ല. മഹദി ഹാജർ റളിയല്ലാഹുവിന്റെ മഹത്വം എത്രയാണ് വാഴ്ത്തി പറഞ്ഞത്. സംസമിന്റെ ചരിത്രത്തിലുണ്ട് ഹാജറ, സഫ മർവ കഥയിലും ബീവി ഹാജറ, അമ്പിളിച്ചേലുള്ള അമ്പർ മണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജറ, ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂതൂ നാരി ഹാജറ. മഹദി ഹാജർ റളിയല്ലാഹു ഈ അടുത്ത് നമ്മൾ ഒരുപാട് കേട്ടൊരു പാട്ടല്ലേ, ഹാജർ റളിയല്ലാഹുവിന്റെ മഹത്വം വാഴ്ത്തി പറയുന്നത്. എന്തേ കാരണം? ഒരു കറുത്ത പെണ്ണാണ് എഴുതിയിട്ട് മാറ്റി നിർത്തിയില്ല. അള്ളാഹു ആ മുഖത്തിന് സൗന്ദര്യം കൊടുത്തു, ആ മുഖത്തിന് പ്രഭാവം കൊടുത്തു, അവിടത്തേക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്തു. അപ്പൊ കറുപ്പിലല്ല സൗന്ദര്യക്കുറവ് ഇരിക്കുന്നത്, മറിച്ച് എന്ത് ചെയ്യാം, മനസ്സ് ചീത്തയാകുന്നതിലാണ്. ഇനി ഒരാൾ കുറേ വെളുത്ത ആളായി, കുറേ അങ്ങോട്ട് വെളുത്തു, എന്ത് മനസ്സ് കൊള്ളൂല എങ്കിലോ അയാളെ സംബന്ധിച്ചിടത്തോളം ആ മുഖത്തേക്ക് നോക്കാൻ തന്നെ തോന്നൂല. അയാളുടെ മുഖത്തേക്ക് നോക്കാൻ തോന്നില്ല. കാരണം ആ മുഖത്തിന് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാകും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനെ നോക്കാൻ പറ്റാത്ത, കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഡാർക്ക്നെസ് ആ മുഖത്തുണ്ടാവും. നമ്മൾ വേണ്ട എന്ന മുഖം തിരിച്ചു കളയും. അത്തരത്തിലുള്ള ചില ആളുകളുണ്ട്. അപ്പം വെളുപ്പിലോ കറുപ്പിലോ ഒന്നുമല്ല സൗന്ദര്യം ഇരിക്കുന്നത് എന്ന് തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കാം. ഇനി ചിലപ്പോൾ നമുക്ക് സൗന്ദര്യം ഉണ്ടാകും, പക്ഷേ ചില സംഗതികൾ കൊണ്ട് ഈ സൗന്ദര്യം മറഞ്ഞ് ഉണ്ടാകും. അതായത് നമുക്ക് ഉദാഹരണത്തിന് നല്ല സൗന്ദര്യമുള്ളൊരു മുഖം, പക്ഷേ കുറേ കുരുക്കളുള്ളത് കൊണ്ട് ആ സൗന്ദര്യം പ്രകടമാകുന്നില്ല മറ്റുള്ളവരിലേക്ക്. അല്ലെങ്കിൽ കുറേ കറുത്ത പാടുകളുണ്ട്, അല്ലെങ്കിൽ കരിവാളിപ്പുകളുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക, മറ്റുള്ളവരിലൊക്കെ നമ്മുടെ സൗന്ദര്യം വെളിവാകാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക, മങ്ങി നിൽക്കുക. അതുകൊണ്ട് തന്നെ കല്യാണം മുടങ്ങിപ്പോകുന്ന അവസ്ഥ വരിക അല്ലേ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യുക, നമ്മൾ വെറുക്കുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യുക, നമ്മളെ അടുപ്പിക്കാത്ത രൂപത്തിൽ ചിലത് അങ്ങനെ ഉണ്ട്. സൗന്ദര്യക്കുറവിൻ്റെ പേരിൽ അകറ്റി നിർത്തുന്ന ആളുകൾ വരെയുണ്ട്. അപ്പം അത്തരത്തിലുള്ള പ്രവണതയൊക്കെ മാറ്റി വെക്കണം ഇൻഷാ അല്ലാഹ്. ഇനി ഇത് മാറാൻ എന്താ ചെയ്യേണ്ടത്? ഒരു 5 കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം നൽകും എന്നുള്ളത് തീർച്ചയാണ്. അതിൽ ഒന്നാമത്തെ സംഗതി, ഹറാമായ സംഗതികൾക്ക് ഇത് വേണ്ടി ചെയ്യാൻ പാടില്ല. മറ്റുള്ളവർ എന്നെ കണ്ട് എന്ത് ചെയ്യുക, മറ്റുള്ളവരെ വളച്ചെടുക്കണം, അങ്ങനത്തെ രൂപത്തിൽ എന്ത് ചെയ്യുക, ഹറാമിന് വേണ്ടിയിട്ട് ചെയ്യാൻ പാടില്ല. അത് കാരണം ചിലപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് ഫലിക്കും. രണ്ടാമത്തത്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ചെയ്യുക. നല്ല കല്യാണം ശരിയാകണം, അല്ലെ നല്ല ഇണയെ കിട്ടണം, അതൊക്കെ നല്ല ആഗ്രഹമാണ് അല്ലേ. മറ്റുള്ളവരെന്നെ പറ്റി മോശം പറയാൻ പാടില്ല അല്ലേ. ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല, നീ എന്താ ഇങ്ങനെ നടക്കുന്നത്, നീ എന്താ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതാണോ, അങ്ങനെ ആളുകൾ എന്ത് ചെയ്യുക, നമ്മളെപ്പറ്റി മോശം പറയാൻ പാടില്ല. നല്ല പ്രസന്നവദനായിട്ട് എല്ലാവരെയും കാണാൻ കഴിയണം. ഇത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ്. കാരണം അള്ളാഹു അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് നൽകിയതിനെ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ കാണലിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ സംഗതി, നമ്മൾ പറയുന്നത് ഈ ചെയ്യുന്ന സംഗതി മഹാന്മാർ പഠിപ്പിച്ചെന്നാണ്. അപ്പോൾ എപ്പോൾ ചെയ്യുമ്പോഴും മഹാന്മാരുടെ പേരിൽ ഒരു ഫാത്തിഹയോ യാസീനോ എന്താണോ ഓതാൻ പറ്റിയത് ഒരു ഹദിയ ഓതിയിട്ട് എന്ത് ചെയ്യുക, അവർക്ക് ഹദിയ ചെയ്തിട്ട് ചെയ്യുക. നാലാമത്തെ സംഗതി, വേണമെന്ന് വെച്ചാൽ അതിൽ ചെയ്ത് നോക്കാം. അങ്ങനെ ചില ആളുകളുണ്ടല്ലോ, ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ആ പരീക്ഷണം ഇതിൽ വേണ്ട, പരീക്ഷണാർത്ഥം നിങ്ങൾ ചെയ്യേ വേണ്ട. ഉറപ്പുണ്ടെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ മഹാന്മാർ പഠിപ്പിച്ചെന്നാണ്, വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളാണ്, എനിക്ക് ഫലം കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, എന്നാലേ ഫലം കിട്ടുകയുള്ളൂ. അഞ്ചാമത്തെ സംഗതി, ഇതുകൂടെ ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്താലും ശരി സൗന്ദര്യം തരേണ്ടവൻ അള്ളാഹുവാണ് ഇല്ലേ, അത് എടുത്തു കളയുന്നവനും അള്ളാഹുവാണ്, നമുക്ക് പരിഹാരം നൽകേണ്ടവൻ അള്ളാഹുവാണ്. അപ്പം തവക്കുലാക്കിക്കൊണ്ടാവണം ചെയ്യേണ്ടത്, തവക്കൽതു അലല്ലാഹ്. ഈ ഒരു 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന പരിശുദ്ധ ഖുർആൻ്റെ ആയത്തോതി മന്ത്രിച്ച ഈ സംഗതി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായും ഫലം കിട്ടും. ചെയ്യേണ്ട ഒരു രൂപമുണ്ട്. നമ്മുടെ വീട്ടിൽ ഓയിൽ ഉണ്ടാവും, അത് കിതാബുകളിൽ ബദാം ഓയിൽ എന്ന് കാണാം. ബദാം ഓയിൽ ഇനി കിട്ടാത്ത ആളുകളുണ്ട് എങ്കിൽ ഒലിവെണ്ണയോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഇനി എന്താണോ നമ്മൾ മുഖത്ത് പുരട്ടാൻ പറ്റിയ, ഇനി വെളിച്ചെണ്ണയാണെങ്കിലും ശരി, ഒരല്പം ഓയിൽ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 11 സ്വലാത്ത്, നമുക്ക് അറിയുന്ന ഒരു 11 സ്വലാത്ത്, ഏതെങ്കിലും ഒരു സ്വലാത്ത് എന്ത് ചെയ്യുക, ചൊല്ലി 11 തവണ ചൊല്ലിയിട്ട് അതിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കാം. ഇതിന് ശേഷം സൂറത്തു നൂറിലെ 35-ാമത്തെ ആയത്ത്, സൂറത്തു നൂറ് 35-ാമത്തെ ആയത്ത്, അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയ്യുൻ യൂഖദു മിൻ ഷജറത്തിൻ മുബാറക സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ യകാദു സൈതുഹാ യുദീഉ വലൗ ലം തംസസ്ഹു നാർ നൂറുൻ അലാ നൂർ യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ഈ ഒരു ആയത്ത് 7 തവണയോ അല്ലെങ്കിൽ 11 തവണയോ ഓതിയിട്ട് ഇതിലേക്ക് വീണ്ടും മന്ത്രിക്കാം.
ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. ഇനി ഇതിനു ശേഷം സൂറത്തുൽ ഖിയാമയുണ്ട്. ഖിയാമ ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഈ ഖിയാമയിലെ 22-ാമത്തെയും 23-ാമത്തെ ആയത്ത്, രണ്ട് ചെറിയ ആയത്തുകളാണ്. വുജൂഹു യൗമ ഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. ഇത് 99 തവണ ഓതണം. അപ്പം അത്രയൊക്കെ ഓതണോ എന്ന് ചോദിക്കുക. ഇത് ഫർദ് ഐനോ ഒന്നുമല്ല, നമുക്ക് നിർബന്ധമായി ചെയ്യേണ്ട സംഗതിയൊന്നും അല്ലല്ലോ. വേണ്ട ആളുകൾ ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, അത് നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് 99 തവണ ഈ 2 ആയത്തുകൾ ഓതിയിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യുക, ഈ എണ്ണയിലേക്ക് ഓയിലിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. ഇതിനു ശേഷം 11 സ്വലാത്ത് ആദ്യം നമ്മൾ ഓതിയതുപോലെ ചൊല്ലിയതുപോലെ 11 ഏതെങ്കിലും അറിയുന്നൊരു സ്വലാത്ത് ചൊല്ലിയിട്ട് അതിലേക്ക് മന്ത്രിക്കുക. ഇങ്ങനെ ഓതി മന്ത്രിച്ചതിന് ശേഷം ഈ എണ്ണ ഇനി ഇപ്പോഴാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മുടെ മുഖത്ത് പുരട്ടാനുള്ളതാണ്. നമ്മൾ അധികവും ഈ സൗന്ദര്യത്തിന് വേണ്ടി ചെയ്യുന്ന സംഗതികൾ രാത്രി ചെയ്യലാണ് നമുക്ക് ഫലം കൂടുതൽ കിട്ടുക. രാത്രിയാണ് ഇത് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് അത് കുറച്ച് നേരത്തെ ചെയ്യുകയാണെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കത് കഴുകി കളഞ്ഞിട്ട് ഉറങ്ങാം. ഈ കഴുകി കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചില ആളുകൾ ചിലപ്പോൾ എണ്ണ ഇങ്ങനെ മുഖത്ത് നിരന്തരം വെച്ചുകൊണ്ടിരുന്നാൽ വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമെന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് കഴുകി കളഞ്ഞിട്ട് ഉറങ്ങാം. ഇനി എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ അവർക്ക് എണ്ണയ്ക്ക് പകരം തേന് ഇതിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കാവുന്നതാണ്. തേൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, തേനിലേക്ക് ഇതുപോലെ മന്ത്രിച്ചിട്ട് എന്ത് ചെയ്യുക ചെയ്താൽ മതി. ഇനി രാത്രി മുഴുവനായി വെച്ചുകൊണ്ട് മുഖത്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്ത ആളുകളാണെങ്കിൽ ഉറുമ്പ് കയറുമോ എന്നുള്ള പേടിയൊന്നും ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക, അത് രാവിലെ കഴുകി കളഞ്ഞാലും മതി. അപ്പോൾ ഇത് രാത്രിയാണ് ചെയ്യേണ്ടത്. മുഖത്ത് പുരട്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്യുക. ഇതൊന്ന് മുഖത്ത് പിടിക്കാനുള്ള സമയം റെസ്റ്റ് ചെയ്യുക അല്ലേ. പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകളാണ് എങ്കിൽ എന്ത് ചെയ്യണം, അവർക്ക് ഏറ്റവും നല്ലത് തേൻ ഉപയോഗിക്കലാണ്. തേനിലേക്ക് മന്ത്രിച്ച് ഇതുപോലെ തന്നെ രാത്രി മുഴുവൻ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അത് കഴുകി കളഞ്ഞിട്ട് ഉറങ്ങാം. കുറഞ്ഞൊരു സമയം 1 മണിക്കൂറെങ്കിലും ഒന്ന് മുഖത്തത് പിടിക്കാൻ ഉള്ള സമയം കൊടുക്കണം, അത്രേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഇത് നിരന്തരം പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യുക, മുഖത്തിലുള്ള കറുത്ത പാടുകളും അതുപോലെ കുരുക്കളും ഒക്കെ ഇത് മുമ്പ് ഒരു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ഫലം കിട്ടിയാൽ എന്നെ വിളിച്ച് നേരിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സാറേ മുഖത്തെ പാടുകൾ, ഈ കറുത്ത ഈ കുരുക്കൾ, കുരു വന്നിട്ട് അവിടെ കല വീണതൊക്കെ ഒരുപാട് മരുന്നും ഫേസ് ക്രീമും ഒക്കെ തേച്ചിട്ട് മാറാത്തത് അൽഹംദുലില്ലാഹ് ഇപ്പോൾ വലിയ മാറ്റമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സഹോദരിമാരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഫലം നൽകുമാറാകട്ടെ. ചെയ്യുന്ന സമയത്ത് ആ 5 കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. ആ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഫലം കിട്ടൂല കേട്ടോ. അപ്പോൾ ഇത് വിശുദ്ധമായ ഖുർആനാണ്, ഖുർആൻ്റെ ആയത്തുകളാണ്. ആ പരിഗണനയോട് കൂടിയിട്ട് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീർത്ത് തരുമാറാകട്ടെ. നല്ല ഹൈറായ ഇണകളെ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ദാമ്പത്യ ജീവിതം അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ തീർത്ത് സന്തോഷവും സമാധാനവും അല്ലാഹു നൽകുമാറാകട്ടെ. മുഖപ്രസന്നത കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെയും മുഖം ലംഘുന്ന ആളുകളിൽ നാളെ മഹ്ശറിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയും സ്വർഗ്ഗത്തിൽ അല്ലാഹു ചേർത്ത് തരികയും ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.